ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ കുട്ടി ഈവനിങ് വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വരെ LKG UKG കുഞ്ഞുങ്ങൾക്ക് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് UKGയിൽ ഇന്ന് ഈവനിങ് വരെ ഉണ്ട്. ബുധനാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, ഫുൾ ടൈം ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം ഇന്ന് ഉച്ചക്ക് ഫുഡ് കൊടുത്ത് വിടുന്നത് ചോറാണ് കേട്ടോ. ഒരുപാട് വെച്ച് കൊടുക്കുന്നില്ല, വലിയ ഡെപ്പായാണ്. അവൾക്ക് കൈയിട്ട് കഴിക്കത്തക്ക രീതിയിലുള്ള ഒരെണ്ണം മേടിച്ചാണ്. ലഞ്ച് ബോക്സൊക്കെ ഞാൻ മാറി എല്ലാം പുതിയത് മേടിച്ചു. എല്ലാം നശിഞ്ഞു പോയി. കാര്യം അവൾ യൂസ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല. അവൾ താഴെയിടും, കയ്യിൽ മറ്റേ നിറത്തിലെ ജോമോള എന്ത് കിട്ടിയാലും താഴെയിടും, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന സൈസാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടാനായിട്ട് വെച്ച് കൊടുക്കുന്നത് ചെറുപയർ തോരനാണ്. തേങ്ങയൊക്കെ ഇട്ട് താളിച്ച് എടുത്തിരിക്കുന്ന ചെറുപയർ തോരനാണ്. പ്രത്യേകം സ്കൂളിൽ നിന്ന് ഇൻഫർമേഷൻ ഉണ്ട്, കുട്ടികൾക്ക് കൂടുതൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലഞ്ച് ബോക്സിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. എരിവ്, പുളി, മസാല അങ്ങനെ അധികം ഒന്നും കൊടുത്തു വിടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. കാര്യം കുഞ്ഞുങ്ങൾക്കിപ്പം അങ്ങനെ കൊടുത്തു വിടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഡെയിലി ഞാനൊരു മുട്ട വെച്ച് അവർക്ക് കഴിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പം സ്കൂളിലത്തേക്ക് ഞാൻ മുട്ട കലക്കി പൊരിച്ചാണ്, ഉപ്പിട്ട് കലക്കി പൊരിച്ചാണ്. വേറെ ഉള്ളി സവാള ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇനി കൂട്ടാനായിട്ട് കൊടുത്തു വിടുന്നത് തൈരാണ്. മഴ ആയതുകൊണ്ട് തൈര് കൊടുത്തു വിടണ്ട എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല, അവൾക്ക് തൈര് ഇഷ്ടമാണ്. തൈരുണ്ടെങ്കിൽ കൊടുത്തു വിടുന്ന ചോറ് മുഴുവൻ കഴിച്ചോളും. അങ്ങനെ ചോറും വെച്ചു, കറിയും വെച്ചു, എല്ലാം സെറ്റ്. ഇനി അടുത്തത് ടിഫിനാണ്. ടിഫിനും ഞങ്ങൾക്കിപ്പോൾ സ്റ്റീലിലാണ്, പ്ലാസ്റ്റിക് പാത്രത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ എല്ലാം സ്റ്റീലാക്കി മക്കളെ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് വല്ല മിഠായിയുടെയൊക്കെ ബോക്സ് വന്നാലായി. അങ്ങനെ മധുരസേവ വെച്ച് കൊടുത്തു. പിന്നെ കൊടുത്തു വിടുന്നത് ഇങ്ങനത്തെ ഒരു കേക്ക് സ്വിസ് റോളിൻ്റെ. സ്കൂളിൽ ഡാർക്ക് ഫാൻറ്റസി, ഓറിയോ അങ്ങനെയുള്ള ബിസ്ക്കറ്റൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല. പക്ഷേ ഒരെണ്ണം ഞാൻ ഒളിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, ഇഷ്ടമാണ് അവൾക്ക്, അതുകൊണ്ടാണ്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് പുറത്ത് നോക്കിയപ്പോൾ എൻ്റെ മക്കളെ വെളുപ്പിനെ തുടങ്ങിയ മഴയാണ്. എന്ത് മഴയാണ്! സാധാരണ ഈ മഴ ഞാൻ പ്രതീക്ഷിച്ചത് ജൂൺ 2-നാണ്, പക്ഷെ അന്ന് പെയ്തുമില്ല, ഭാഗ്യം. ഇന്നാണ് നല്ല പോലെ രാവിലെ തൊട്ട് മഴ. ആകെ ശോകം പിടിച്ചൊരു വൈബായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഒരുക്കി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ കൊണ്ടുവന്നെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇതാവും. നമ്മളും ഒക്കെ പോയതല്ലേ അങ്ങനെ. അങ്ങനെ ഹാളിലേക്ക് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇവിടെ മണ്ണാങ്കട്ടയും കരിയിലയും കൂടെ കാശിക്ക് പോയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവനിക്ക് ഇതൊന്നും വെച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ എൻ്റെ ഒരു പരിപാടി അവൻ നടത്തിക്കില്ല. പുള്ളിക്കാരൻ ഇവിടെ തന്നെയാണ് കേട്ടോ കിടന്ന് ചോറ് തീറ്റിയും കുടിയും കിടപ്പും ഒക്കെ അതേ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. ഞങ്ങളങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അടുത്ത മഴ പെയ്തു. അപ്പം അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ, അപ്പുറത്തെ വീട്ടിൽ ഇത്താനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം വരാം കുഞ്ഞിനൊന്ന്. ഇപ്പോൾ പറയാം, അവർക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ തലയിൽ ഇങ്ങനെ വേലിയൊക്കെ കെട്ടിയിട്ട് ഈ മഴയത്ത് എങ്ങനെ കോട്ട് വിട്ട് ഇതായിട്ട് പോകും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ബുധനാഴ്ച കളറല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.